നമസ്കാരം. ഇത് KAS കാലഘട്ടമാണ്. അതെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും മിക്കവാറും എല്ലാവരും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വേക്കൻസികളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ച് പലരും മാറി. അത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്നീ ഏത് വകുപ്പിൽപ്പെട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കണം. ഒന്നിലധികം വകുപ്പുകൾ പറ്റുമെങ്കിൽ ആ വകുപ്പുകളൊക്കെ നിങ്ങൾ അപേക്ഷിക്കണം. കാരണം ഒരു അവസരം നമ്മളെ തേടി വരുമ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത് ഒട്ടും ശരിയല്ല. മറിച്ച് ഇതിൽ അവസരം കുറവാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം വേക്കൻസികൾ 11 ഉള്ളൂ അല്ലെങ്കിൽ 10 ഉള്ളൂ എങ്കിലും എനിക്കൊരൊറ്റ വേക്കൻസി മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ മത്സരത്തിൻ്റെ സകല സന്നാഹവും എടുത്ത് അതിലേക്ക് ഇറങ്ങി അത് നേടാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് ഫൈനലി വിജയിക്കുക എന്ന് പറയുന്നത്. അതായത് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾ വിജയിക്കുകയില്ല എന്നുള്ളത് മറക്കാതിരിക്കുക. എപ്പോഴും വേണ്ടത് ഇപ്പോൾ KAS പരീക്ഷയാണെങ്കിൽ അതിന് എത്ര ഘട്ടങ്ങളുണ്ട് എന്ന് നോക്കുക. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇൻ്റർവ്യൂ വരെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പോവുക. പിന്നെ മെയിൻ പരീക്ഷയെ പറ്റി പറയാനില്ലല്ലോ. അപ്പോൾ പ്രിലിംസിന് മാത്രം പ്രിപ്പയർ ചെയ്യാൻ വരൂ, പ്രിലിംസ് മാത്രം നോക്കാം, പ്രിലിംസിന് മാത്രം ഇത്ര ഫീസ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിക്കും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ വിളിക്കുന്നത് കേട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് മാത്രമേ പ്രിപ്പയർ ചെയ്യൂ. നിങ്ങൾ എവിടെ പോയാലും എങ്ങനെ ചെയ്താലും സിലബസ് എടുത്ത് വെച്ച് ഒന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രിലിംസ് മാത്രം കൊണ്ട് കാര്യമില്ല. മാത്രമല്ല പ്രിലിംസ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സിലബസ് ഒന്നുമല്ല. പ്രിലിംസിലുള്ള എല്ലാ കാര്യങ്ങളും മെയിൻസിലുണ്ട്. അതായത് പ്രിലിംസ് ചെറിയൊരു പരീക്ഷയാവുക, മെയിൻസ് വലിയൊരു പരീക്ഷയാവുക എന്നൊരു സംഗതി ഇല്ല. പ്രിലിംസ് സിലബസ് വളരെ വിപുലമാണ്. മാത്രമല്ല മെയിൻസ് സിലബസ് എല്ലാ മേഖലകളും നിങ്ങൾക്ക് പ്രിലിംസിൽ കാണാൻ പറ്റും. പ്രിലിംസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഇംഗ്ലീഷ്, മലയാളം, പിന്നെ റീസണിങ് അബിലിറ്റിയും അരിത്തമെറ്റിക്കൽ അബിലിറ്റിയുമായി ചേർന്ന ഭാഗങ്ങൾ ഇത് അഡീഷണൽ ആയിട്ട് പ്രിലിംസിൽ വരുന്നു. അപ്പോൾ പ്രിലിംസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡിന് പകരം, ഒരു സ്ട്രാറ്റജിക്ക് പകരം മെയിൻസിനെ എങ്ങനെയൊക്കെ നേരിടണമെന്നത് തീരുമാനിച്ച് നല്ല ഡെപ്തിൽ പഠിക്കുകയും പ്രിലിംസിന് വേണ്ട എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ചെയ്ത ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓർക്കുക, KAS പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം, പഠിക്കണം, ശരിയായ വിന്നിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെ. ഒരു വ്യത്യാസം ഉണ്ടാകരുത്, മറക്കരുത്. പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സിലബസ് ഭാഗം എടുത്ത് ആ സിലബസ് മെയിൻസിനുമുണ്ട്, പ്രിലിംസിനുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്, ആഴത്തിൽ പഠിക്കുക. ആഴത്തിൽ പഠിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ നോട്ടുകൾ തയ്യാറാക്കി വെക്കുക. പ്രിലിംസിന് വേണ്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഫാക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേസമയത്ത് കോൺസെപ്റ്റിൽ ക്ലാരിറ്റി വളരെ വ്യക്തമായി നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിന് പഠിക്കുമ്പോഴും ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതി പരിശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഒരു ഒന്നിച്ചുള്ള ഒരു ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വേണ്ടതെന്ന് മറക്കാതിരിക്കുക എന്നത് പ്രധാനം.